എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം 10-ാം അധ്യായത്തിലേക്ക്. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. പത്മപ്രിയ ഇരുന്നില്ല. മീര ഓർമ്മിപ്പിച്ചപ്പോൾ പത്മപ്രിയ സെറ്റിയിലിരുന്നു. എതിരെ മീരയും ഇരുന്നു. മീരയുടെ കണ്ണുകളും ചുണ്ടുകളും കണ്ടപ്പോൾ പത്മപ്രിയയ്ക്ക് അസൂയ തോന്നി. ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഹേമേട്ടൻ്റെ മനസ്സ് ഇവളിലേക്ക് പാളിപ്പോകാതിരുന്നാൽ മതി. ഒരു കുട്ടിയുണ്ടെന്ന കാര്യം ഏത് പുരുഷനും വിസ്മരിച്ചു പോകും. ഏതു വില്ലയില പത്മപ്രിയ താമസിക്കുന്നത്? 16-ൽ ശ്രീപത്മം. മീര ചിരിച്ചു. പ്രൊഫസർ പത്മൻ സാറിൻ്റെ മകൾ പപ്പി. യെസ്. ആരെയും പരിചയമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കോളനിയിലുള്ളവരെക്കുറിച്ച് കൃത്യമായി അറിയുന്നുണ്ടല്ലോ. പരിഹാസച്ചിരി പപ്പിയിലുണ്ടായി. എനിക്കിവിടെ ഹേമചന്ദ്രൻ സാറിനെയും ഡോക്ടർ വേണുജിയെയും മാത്രമേ പരിചയമുള്ളൂ. പിന്നെ മീൻകാരി പറഞ്ഞ ചില പേരുകൾ കേട്ടിട്ടുണ്ടെന്ന് മാത്രം. മീര ന്യായീകരിച്ചു. അലേഖ്യ പത്മപ്രിയയുടെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റി നിന്നു. എന്താ കുട്ടിയുടെ പേര്? അവൾ കൈമുദ്ര കാണിച്ച് നെഞ്ചിൽ കൈവച്ചു. മോൾക്ക് സംസാരശേഷിയില്ല, മീര പറഞ്ഞു. എവിടാ നിങ്ങളുടെ നാട്? തൃശ്ശൂർ. ഹസ്ബൻഡ് കൂടെ ഇല്ലേ? എല്ലാം അറിഞ്ഞു വച്ചാണ് അവളുടെ ചോദ്യമെന്ന് മീരയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. അലേഖ്യ പുറത്തേക്ക് വിരൽ ചൂണ്ടി എന്തോ പറയാൻ തുടങ്ങിയതും മീര അവളുടെ കൈ പിടിച്ച് താഴ്ത്തി. അടുത്ത വീട്ടിലെ ആൻറ്റിയാ മോളെ. പത്മപ്രിയയുടെ പേരെന്താന്ന് അലേഖ്യ ആംഗ്യം കാണിച്ചു. അതോ പപ്പി ആൻറ്റി, മീര പറഞ്ഞു. പത്മപ്രിയ അനിഷ്ടം ഉള്ളിലടക്കി. ഹസ്സു പുറത്താണോ? പത്മപ്രിയ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു. ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്തു വരികയാ, മീര മന്ദഹസിച്ചു. അവൾ ഉരുണ്ട് കളിക്കുകയാണെന്ന് പത്മപ്രിയയ്ക്ക് മനസ്സിലായി. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ജീവിതമല്ലേ പപ്പി, ഒന്നിനും ഒരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ. അങ്ങനെ ഒന്നായി എനിക്കും പറ്റിയത്. അതാരോടും ഷെയർ ചെയ്യാനും പറ്റില്ല. മീര പത്മപ്രിയയുടെ നാവടക്കി. ഇവിടെ എങ്ങനെ എത്തി? വഴിതെറ്റി എത്തിയതൊന്നുമല്ല. കലൂരൊരു സ്കൂളിലായി എനിക്ക് ജോലി, ടീച്ചറാ. പപ്പി എന്ത് ചെയ്യുന്നു? മാരീഡാണോ? അവൾ സംസാരത്തിൻ്റെ ഗതി തിരിച്ചുവിട്ടതാണെന്ന് പത്മപ്രിയ അറിഞ്ഞു. അല്ല, ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ആളിൻ്റെതാ. മാരേജ് ഉടനുണ്ടാകും. ആളും ഈ കോളനിയിൽ തന്നെയുണ്ട്. മീരയുടെ വലിയ കണ്ണുകളിലേക്ക് പത്മപ്രിയ നോക്കി. ഗുഡ്. വിവാഹം ഒരിക്കൽ മാത്രം നടക്കുന്നതാ. അതെന്താ അങ്ങനെ പറഞ്ഞത്? പത്മപ്രിയ ഏറ്റുപിടിച്ചു. അല്ല, എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു പോയതാ. കണ്ടില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ആത്മകഥകൾ പറഞ്ഞു പോയതാ. പപ്പി അത് വിട്ടേക്ക്. മീരയ്ക്ക് വീട്ടിലാരൊക്കെയുണ്ട്? ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും. മറ്റാരുമില്ലേ? മീര ചിരിച്ചതേയുള്ളൂ. യോഗേഷും ഞാനും ഫ്രണ്ട്സാ. ബാംഗ്ലൂരിൽ ഒന്നിച്ചാ പഠിച്ചത്. മീരയ്ക്ക് എങ്ങനെയാ അവനെ പരിചയം? പത്മപ്രിയ അടുത്ത ചൂണ്ടയെറിഞ്ഞു. ഏത് യോഗേഷ്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല. എന്നെ അറിയാമെന്ന് അയാൾ പറഞ്ഞോ? മീര അത്ഭുതപ്പെട്ടു. അതെ, യോഗേഷാണ് മീരയ്ക്ക് ഈ വില്ല എടുത്തു തന്നതെന്ന് എന്നോട് പറഞ്ഞല്ലോ. അവൻ്റെ സുഹൃത്ത് മഹേഷിൻ്റെതാണത്രേ ഈ വില്ല. അയാൾ ദുബായിൽ സെറ്റിൽഡാ. നല്ല കഥ. എനിക്കിതൊക്കെ പുതിയ അറിവുകളാ. എനിക്ക് ഈ വില്ല എടുത്തു തന്നത് എൻ്റെ പരിചയത്തിലുള്ളൊരു ടീച്ചറാ. ടീച്ചർ ഇനി പപ്പി പറയുന്ന യോഗേഷിനെ ചുമതലപ്പെടുത്തിയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ടീച്ചറോട് ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ അതേപ്പറ്റി ഞാനെന്തിനെ അന്വേഷിക്കണം? ഞാൻ ആഗ്രഹിച്ചത് ഇതുപോലൊരിടം തന്നെ. അവൾ സമർത്ഥമായി വഴുതിപ്പോവുകയാണെന്ന് പത്മപ്രിയ ഓർത്തു. മീര എഴുന്നേറ്റു. സോറി, ഞാനത് മറന്നു. പപ്പിക്ക് ചായയോ കാപ്പിയോ? മീര അകത്തേക്ക് നടന്നു. പത്മപ്രിയ അലേഖയെ നോക്കി ചിരിച്ചു. അവളും ചിരിച്ചു. മോളുടെ പപ്പ എവിടെ പോയി? ഓഫീസിൽ പോയെന്ന് അവൾ കൈമുദ്ര കാണിച്ചു. എന്താ പപ്പയുടെ പേര്? അവൾ ചുറ്റുമൊന്ന് നോക്കി. പെട്ടെന്ന് ടീപ്പോയിലിരുന്ന നോട്ട്ബുക്കും പേനയും കണ്ടു. നോട്ട്ബുക്ക് എടുത്ത് അവൾ തുറന്നു. പേനയെടുത്ത് അതിലെന്തോ എഴുതി. ചിരിയോടെ പത്മപ്രിയയെ അത് കാണിച്ചു. അകലം വിട്ടെഴുതിയ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പത്മപ്രിയ വായിച്ചു. ഹേമചന്ദ്രൻ. നെഞ്ചിൽ കൈവച്ച് തലയാട്ടി മൈ പപ്പയെന്ന് അവൾ അസ്പഷ്ടമായി പറഞ്ഞു. ഹേമചന്ദ്രനോ? അതാരാ?
പപ്പ എന്ന് അവൾ ചുണ്ടനക്കി. പപ്പ എവിടാ താമസിക്കുന്നേ? അലേഖ എഴുന്നേറ്റ് ജനലിനടുത്ത് ചെന്നു. പത്മപ്രിയയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു കപ്പ് ചായയുമായി മീര വന്നു. അലേഖയുടെ പ്രകടനം മീര കാണാത്ത മട്ടിൽ പത്മപ്രിയയുടെ മുന്നിൽ ചായക്കപ്പ് വച്ചു. മോൾ എന്തൊക്കെയാ പറയുന്നത്? പത്മപ്രിയ ചോദിച്ചു. പപ്പി എന്താ അവളോട് ചോദിച്ചത്? മീര തിരിച്ചു ചോദിച്ചു. അവളുടെ പപ്പയെപ്പറ്റി ഞാൻ ചോദിച്ചു. പപ്പിക്കത് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? അവളോട് ചോദിച്ചിട്ടല്ലേ ബുദ്ധിമുട്ടായത്? മീര ചിരിച്ചു. മോൾ എഴുതി കാണിച്ചത് പപ്പ ഹേമചന്ദ്രൻ എന്നാ. അടുത്ത വീട്ടിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തു. അവിടെ താമസിക്കുന്നതും ഒരു ഹേമചന്ദ്രനല്ലേ? പത്മപ്രിയയുടെ നോട്ടം കൂർത്തു. അദ്ദേഹത്തെ കണ്ടതു മുതൽ അതാണ് പപ്പയെന്ന് പറഞ്ഞ അവൾ നടക്കുന്നത്, ലാഘവത്തോടെ മീര പറഞ്ഞു. മൈ പപ്പ എന്ന് അലേഖ ശാഠ്യം കാണിച്ചു. കണ്ടില്ലേ, ഇതാ അവളുടെ വിശ്വാസം. എത്ര നിസ്സാരമായി നിങ്ങളത് പറയുന്നു. ആ മനുഷ്യന്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഏതോ ഒരു കുഞ്ഞ് പപ്പയെന്ന് പറഞ്ഞ് പിന്നാലെ കൂടുക. നിസ്സാരഭാവം മീരയിലുണ്ടായി. ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അവൾക്ക് തോന്നിയതാകാം. അതിൽ എനിക്കെന്ത് ചെയ്യാനാകും? മോൾക്ക് സംസാരശേഷിയില്ല. അവൾ പറയുന്നത് എന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യവുമില്ല. വെറുപ്പ് നിറയുന്ന മനസ്സോടെ പത്മപ്രിയ മീരയെ നോക്കി. സംസാരശേഷിയില്ലാത്തൊരു പാവം കുഞ്ഞല്ലേ? ഡോക്ടർ വേണുജിയും അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഹേമചന്ദ്രൻ സാറും അത് ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തുൾക്കൊള്ളുമെന്ന് എടുത്തടിച്ച മട്ടിൽ പത്മപ്രിയ ചോദിച്ചു. അല്ല, ഞാനെന്തിനാ ഇതൊക്കെ പപ്പിയോട് പറയുന്നത്? നമുക്കത് വിടാം. പപ്പിയെ ബാധിക്കുന്ന മാറ്റർ അല്ലല്ലോ. മീര താല്പര്യം കാണിച്ചില്ല. ഞാൻ അന്വേഷിക്കുന്നതിൽ കാര്യമുണ്ട്. ഇതെന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. എൻ്റെ ഫിയാൻസയാണ് ഹേമചന്ദ്രൻ. മീര ചിരിച്ചു. ഓ, അതാണല്ലേ ഈ വരവിൻ്റെ ലക്ഷ്യം. അതങ്ങ് നേരത്തെ പറയാമായിരുന്നില്ലേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാമായിരുന്നു. പത്മപ്രിയയുടെ സ്വരത്തിൽ മാറ്റം വന്നു. അതെ, അറിയാമായിരുന്നു. എൻ്റെ മുന്നിൽ നാടകം കളിക്കുന്നവരോട് പിന്നെ ഞാൻ എന്തു വേണം? നിങ്ങളും ഹേമചന്ദ്രനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പത്മപ്രിയ എഴുന്നേറ്റു. ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ പപ്പി അയാളെ വേണ്ടെന്ന് വയ്ക്കുമോ? മീര പുഞ്ചിരിച്ചു. പത്മപ്രിയ മീരയെ തുറച്ചു നോക്കി. ഹേമേട്ടന് നിങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നും എനിക്കറിയാം. അതിന് കാരണക്കാരി ഞാനായതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതിയത്. ഈ വേഷത്തിന് യോഗേഷ് നിങ്ങൾക്ക് എത്ര രൂപ ഓഫർ ചെയ്തു? മടിക്കാതെ പറ, അതിൻ്റെ ഇരട്ടി ഞാൻ തരും. അവളെ നോക്കി തെല്ലുനേരം മീര നിന്നു. നിങ്ങൾ ചോദിക്ക്. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? ചോദിക്കുന്നത് തരുമോ? തരും. യോഗേഷ് എനിക്ക് പ്രതിഫലമായി പറഞ്ഞത് മോൾക്കൊരു പപ്പയെയാണ്. അത് നേടിത്തരാൻ പപ്പിക്ക് കഴിയുമെങ്കിൽ ഈ നാട് വിട്ട് ഞാൻ പോയി തരാം. പണമൊന്നും എനിക്ക് വേണ്ട. പത്മപ്രിയ ഞെട്ടിപ്പോയി. മീരയുടെ ചുണ്ടിൽ ഒരു ചെറുചിരി പടർന്നു. അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മീര കൈകൾ കെട്ടി നിന്നു. പത്മപ്രിയയുടെ മുഖം ചുവന്നു. എന്തു ചെയ്യാം, ഹേമചന്ദ്രനാണ് തൻ്റെ പപ്പയെന്ന് മോള് വിശ്വസിച്ചു പോയി. ഇനി ഞാൻ ആരെ ചൂണ്ടിക്കാണിച്ചാൽ പോലും അവളത് അംഗീകരിക്കില്ല. അവളൊരു ഊമക്കുട്ടിയാണ്. അവൾക്കൊരു പപ്പ കൂടിയേ തീരൂ. അടിമുടി പത്മപ്രിയ വിറച്ചു. ഇവളൊരു ചില്ലറക്കാരിയല്ല. രൂപത്തിലും ഭാവത്തിലും മാത്രമേ സാധുത്വമുള്ളൂ. പപ്പിയൊന്നും പറഞ്ഞില്ല. പത്മപ്രിയയുടെ മുഖത്ത് പകയെരിഞ്ഞു. നീ ഓർത്തോ, നിന്റെ വെല്ലുവിളി ഹേമചന്ദ്രനോടല്ല, എന്നോടാണ്. നീ ഏതറ്റം വരെ പോയാലും ഹേമചന്ദ്രനൊപ്പം ഞാനും ഉണ്ടാവും. ഞങ്ങളുടെ വിവാഹം മുടക്കിക്കളയാമെന്ന വ്യാമോഹം നടക്കാൻ പോകുന്നില്ല. നിന്നെപ്പോലെ ഞാനും ഒരു പെണ്ണാണ്. മീര പരിഹാസത്തോട് ചിരിച്ചു. എന്നെപ്പോലൊരു പെണ്ണ്. അവിടെയാണ് പപ്പി പെണ്ണിന്റെ ശരിക്കുമുള്ള തോൽവി. പപ്പിയുടെ വഴിയിലൂടെ പൊയ്ക്കോ, ഞാൻ എൻ്റെ വഴിയിലൂടെയും. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്. പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടവരരുത്. എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല. പത്മപ്രിയ ഒരടി മുന്നോട്ട് ചെന്നു. നീ എൻ്റെ മനസ്സിൽ ഹേമചന്ദ്രനെ കുറിച്ച് സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുകയാണെന്ന് എനിക്കറിയാം. നീ കരുതുന്ന പെണ്ണല്ല പപ്പി. നിന്റെ ഈ നാടകം ഞാൻ പൊളിക്കും. ഹേമചന്ദ്രന് കഴിയാത്തത് എനിക്ക് കഴിയും. നിന്നെപ്പോലൊരുത്തിയുടെ നെറികേടിന് ഞാൻ അയാളെ വിട്ടുതരില്ല. സമൂഹത്തിനു മുന്നിൽ നിന്നെ ഞാൻ കൊണ്ടു നിർത്തും. പത്മപ്രിയയുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി. ഞാനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. സമൂഹ മധ്യത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈപിടിച്ച്
വിചാരണയ്ക്ക് വന്നു നിൽക്കുക. അലേഖ്യ എന്തോ അപകടമുള്ളത് മനസ്സിലാക്കി മീരയെ പിടിച്ചു. എന്തിനും പോന്നവളാ നീ എന്ന് എനിക്ക് മനസ്സിലായി. നീ പറയുന്ന ആൾ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ. കുഞ്ഞിനെയും അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞു. നിയമം സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പക്ഷേ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പെണ്ണു മതി. പിന്നെ നിയമവും സമൂഹവും എന്തു ചെയ്യും? ഹേമചന്ദ്രൻ്റെ ഒപ്പം ഞാനുണ്ടാകും എല്ലാ കാലത്തും. മീര തലയാട്ടി. അത് പപ്പിയുടെ പ്രായത്തിൻ്റെ ആവേശം. പപ്പി ചെല്ല്, എല്ലാം ഇങ്ങോട്ടയച്ച അയാൾക്ക് വിശദീകരിച്ചു കൊടുക്ക്. മീരയെ അമർത്തിയൊന്ന് നോക്കിയിട്ട് പത്മപ്രിയ വാതിലിന് നേരെ നടന്നു. ഒരു ഡമ്പിനെ വച്ചുള്ള നിന്റെ കളി അധികം നീണ്ടുപോകില്ല. അവനോട് നീയും പറഞ്ഞേക്ക്. വാതിൽക്കൽ ചെന്ന് തിരിഞ്ഞിട്ട് പത്മപ്രിയ മുന്നറിയിപ്പ് കൊടുത്തു. എൻ്റെ മോൾ ഡമ്പല്ല. അവളുടെ സംസാരശേഷി വീണ്ടെടുക്കാൻ എനിക്ക് കഴിയും. മീര അലേഖയെ തന്നോട് ചേർത്ത് പിടിച്ചു. വെറുപ്പോടെ മുഖം തിരിച്ചിട്ട് പത്മപ്രിയ ഇറങ്ങിപ്പോയി. എന്താ എന്ന് അലേഖ്യ ആംഗ്യം കാണിച്ചു. ഒന്നുമില്ല മോളെ, ഇതുപോലെ ഇനിയും ആളുകൾ വരും. ഇവളേക്കാൾ കരുത്തും ശക്തിയുമുള്ള വിഷസർപ്പങ്ങൾ. ഭയപ്പെട്ടു പോകാതെ നമ്മൾ പിടിച്ചു നിൽക്കണം. എങ്കിലേ മോൾക്ക് പപ്പയെ കിട്ടൂ. അലേഖ്യ തലയാട്ടി. മീര ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ട ശേഷം അലേഖയെ മുറിയിലേക്ക് കൊണ്ടുപോയി. രാത്രി 1:40 മുമ്പ് ഹേമചന്ദ്രൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാർ പാർക്ക് ചെയ്തിട്ട് അയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അമൃത എക്സ്പ്രസ് എത്തിയിട്ടില്ല. കാത്തുനിൽപ്പിനൊടുവിൽ ട്രെയിൻ എത്തിച്ചേരുന്ന അനൗൺസ്മെന്റ് കേട്ടു തുടങ്ങി. യാത്രക്കാർ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ചലിക്കുന്ന ശിരസുകൾക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച വേറിട്ട ശിരസ് ഹേമചന്ദ്രൻ കണ്ടു. ഏതാൾക്കൂട്ടത്തിലും അച്ഛൻ്റെ തല ഉയർന്നു തന്നെ നിൽക്കും. ചന്ദ്രഹാസനും ഹേമലതയും വലിയ ബാഗുകളുമായി പുറത്തു വന്നു. ഹേമചന്ദ്രൻ ഉന്തിത്തള്ളി അവരുടെ അരികിലെത്തി. ഹേമലതയാണ് അയാൾ ആദ്യം കണ്ടത്. ബാഗ് താഴെ വച്ച് അവർ മകനെ ആശ്ലേഷിച്ചു. സുഖല്ലേ മോനെ? ആ സുഖ അമ്മേ. ഗാംഭീര്യം ഒട്ടും ചോർന്നു പോകാതെ ചന്ദ്രഹാസൻ ഹേമചന്ദ്രനെ വീക്ഷിച്ചു. പോക്കറ്റിൽ എന്തെങ്കിലും ഇരുന്നാൽ അതുവരെ കണ്ണിൽ പതിയുന്ന മട്ടിലാണ് നോട്ടം. നീ എപ്പോ എത്തി? 10-15 മിനിറ്റ് ആവും അച്ഛാ. അയാൾ നിലത്തിരുന്ന ബാഗ് എടുത്തു. അതെന്തിനാ അത്രയും നേരത്തെ എത്തിയത്? തീവണ്ടി നേരത്തെ വന്ന ചരിത്രമില്ലല്ലോ. ഓ, ഇനിയിപ്പോൾ അതും കുറ്റമായി. നീ നടക്കുമോനെ. ഹേമലത തിടുക്കപ്പെട്ടു. ചന്ദ്രഹാസന്റെ ബാഗിന് ഹേമചന്ദ്രൻ കൈ നീട്ടിയെങ്കിലും അയാൾ കൊടുത്തില്ല. അയാൾ മുമ്പേ നടന്നു. കാറിന്റെ നേരെ ഹേമചന്ദ്രൻ വഴി കാണിച്ചു. ബാഗുകൾ പിൻസീറ്റിൽ വെച്ചു. ഹേമലതയും അവിടെ കയറി. മുന്നിൽ കയറി ചന്ദ്രഹാസൻ ഇരുന്നു. ഹേമചന്ദ്രൻ ശ്രദ്ധയോടെ വണ്ടി മുന്നോട്ടെടുത്തു. ഒന്ന് മയങ്ങാൻ കഴിഞ്ഞോ അമ്മേ? എനിക്ക് ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. നീ രാത്രി തനിച്ച് കാറോടിച്ചു വന്നതല്ലേ? വേണുവേട്ടനെയും കൂട്ടാമായിരുന്നില്ലേ? വേണുമാമ കുറച്ച് വൈകിയാ വന്നത്. കൂടെ വരാമെന്ന് പറഞ്ഞതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. ആ പിന്നെ നിന്നെ അന്വേഷിച്ച ഒരീസം മുമ്പ് ഒരാൾ വീട്ടിൽ വന്നിരുന്നേ, ഹേമലത പറഞ്ഞു. അതാരാ? ഒരു ഡേവിഡ് എന്നാ പേര് പറഞ്ഞത്. കറുത്തിട്ട് മെലിഞ്ഞ ഒരാൾ. നിന്റെ കോളേജിൽ പഠിച്ചിരുന്നത്രേ. വില്ലേജ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നതാണത്രേ. അച്ഛൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടു, ഹേമലത പറഞ്ഞു. അങ്ങനൊരാൾ നിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടോ? സംശയത്തോടെ ചന്ദ്രഹാസൻ ചോദിച്ചു. അങ്ങനെ ഒരാളെ എനിക്കറിയില്ല അച്ഛാ. ഞാൻ ആദ്യം ആ പേര് കേൾക്കുന്നത്. ഡേവിഡ് എനിക്കറിയില്ല. അയാൾ നിന്നെക്കുറിച്ച് നാട്ടിലും ചിലരോടൊക്കെ അന്വേഷിച്ചു. ഞാൻ വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ പുതിയ ആരും എത്തിയിട്ടില്ലെന്നറിഞ്ഞു. ഞാനില്ലാത്ത സമയം നോക്കിയാ അവൻ വീട്ടിൽ വന്നത്. ഹേമചന്ദ്രന് ഒന്നും മനസ്സിലായില്ല. മനസ്സിൽ ചില ആശങ്കകൾ തല ഉയർത്തുകയും ചെയ്തു. അവൻ പറഞ്ഞത് കള്ളപ്പേരാ. വന്നു ചാടും എൻ്റെ കയ്യിൽ. ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. കേൾക്കുന്നുണ്ടോ നീ? ഉവ്വച്ച. വിവരക്കേട് കൊണ്ട് ഇവളെന്തൊക്കെയോ അവനോട് പറഞ്ഞു. ഹേമൻ എറണാകുളത്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്നെ തേടി പരിചയമില്ലാത്ത ആര് വന്നാലും അടുപ്പിക്കരുത്. വിവരം ആ സെക്കൻഡിൽ നീ എന്നെ അറിയിക്കണം. പ്രബലരായ ചില ശത്രുക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഹേമചന്ദ്രന്റെ മനസ്സ് പുകയാൻ തുടങ്ങി. എന്നെ തളർത്താൻ വേണ്ടി അവർ നിന്നെ ബലിയാടാക്കും. ചന്ദ്രഹാസന്റെ വീക്ക്നെസ് മകനാണെന്ന് പലർക്കും അറിയാം. അതാ പറഞ്ഞത് ഒന്ന് കരുതിയിരിക്കണമെന്ന്. കനമുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. ശരിയച്ച. വേണു ഒരു പോഴനാ. ചെയ്യേണ്ടത് എപ്പോൾ ചെയ്യണമെന്നറിയാത്തവൻ. മുമ്പും പിമ്പും നോക്കാൻ അയാൾക്ക് ജീവിതത്തിൽ ഒന്നുമില്ല. അതുപോലെയല്ല നിന്റെ കാര്യം.
അച്ഛൻ്റെ ആശങ്കകൾക്ക് കാരണമെന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഹേമചന്ദ്രനില്ലായിരുന്നു. എന്തോ പുകയുന്നുണ്ടെന്ന് വ്യക്തം. കാർ അന്നപൂർണേശ്വരി ഹൗസിംഗ് കോളനിയുടെ ഗേറ്റ് കടന്നു. ഇവിടെ എല്ലാ വീട്ടിലും താമസക്കാർ എത്തിയോ? ചന്ദ്രഹാസൻ ഇരുഭാഗത്തും നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഇനിയും 10-20 വീടുകൾ വിറ്റുപോകാനുണ്ട്. തുറന്നു കിടന്ന ഗേറ്റ് കടന്ന് കാർ പോർച്ചിൽ ചെന്ന് നിന്നു. വാതിൽ തുറന്ന് വേണുജി സിറ്റൗട്ടിൽ ഇറങ്ങി മൂരി നിവർത്തി. കാറിന്റെ ഡോർ തുറന്ന് ചന്ദ്രഹാസൻ ഇറങ്ങി. ഹലോ, ഗുഡ് മോർണിംഗ് ചന്ദ്രേട്ട. വേണുജി ഇറങ്ങിച്ചെന്നു. ആ, ഗുഡ് മോർണിംഗ്. അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ ചന്ദ്രഹാസൻ പ്രതികരിച്ചു. ബാഗുകൾ ഇറക്കി വയ്ക്കുന്നതിൽ വേണുജിയും സഹായിച്ചു. എല്ലാവരും ഹാളിൽ വന്നു. നിങ്ങളുടെ റൂം മുകളിലാ, ഹേമചന്ദ്രൻ അമ്മയോട് പറഞ്ഞു. തൻ്റെ ബാഗുമായി ചന്ദ്രഹാസൻ സ്റ്റെയർ കേസ് കയറി. കട്ടൻ ചായ വേണോ പെങ്ങളെ? വേണുജി ഹേമലതയോട് ചോദിച്ചു. ചന്ദ്രേട്ടന് വേണ്ടി വരില്ല, ഏട്ടൻ ചെന്ന് കിടന്നോളൂ, രാവിലെ കാണാം. ബാഗുമെടുത്ത് ഹേമലത പടി കയറി. വേണുജി കോട്ടുവായിട്ടു. പുലരാൻ ഇനിയും സമയമുണ്ട്. അയാൾ മുറിയിലേക്ക് പോയി. വാതിലടച്ച ശേഷം ഹേമചന്ദ്രൻ ബെഡിൽ ചെന്നിരുന്നു. മീരയും കുഞ്ഞും പോയിട്ടുണ്ടാവുമോ? രാത്രി അകത്തൊരു മുറിയിൽ വെളിച്ചം കണ്ടിരുന്നു. ഇപ്പോഴും ആ വെളിച്ചം കാണാം. പോയിട്ടുണ്ടാവുമെന്ന് വേണുമാമ ഉറപ്പിച്ചു പറഞ്ഞതാണ് ആശ്വാസം. ഒരുപക്ഷെ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നതാകാം. ആരായിരിക്കും തന്നെ അന്വേഷിച്ച് നാട്ടിൽ ചെന്നത്? അച്ഛൻ്റെ അസ്വസ്ഥതകൾക്ക് കാരണമെന്താണ്? അച്ഛനെ ഉന്നം വെച്ചിട്ടാവുമോ മീരയും കുട്ടിയും ഇവിടെ എത്തിയത്? പക്ഷേ വേണുമാമയും മീരയും തമ്മിലുള്ള ബന്ധമോ? ഒരു സ്ഥലത്ത് മനസ്സുറപ്പിച്ച് നിർത്താൻ ഹേമന് കഴിഞ്ഞില്ല. രാവിലെ ഹേമചന്ദ്രൻ ജോഗിങ്ങിന് ശ്രീപത്മത്തിന് മുന്നിലെത്തുമ്പോൾ അയാളെ വിസ്മയിപ്പിച്ചുകൊണ്ട് പത്മപ്രിയ ഗേറ്റിന് മുന്നിൽ നിൽപ്പുണ്ട്. ഗുഡ് മോർണിംഗ് ഹേമേട്ട. നിറഞ്ഞ ചിരിയോടെ അവൾ ഗേറ്റ് തുറന്ന് പുറത്തു വന്നു. അയാൾക്കൊപ്പം അവളും കൂടി. കുറച്ചു ദിവസം പപ്പിയെക്കുറിച്ചൊരു വിവരവുമില്ലായിരുന്നല്ലോ. ഹാ, എന്നിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോയെന്നൊന്നും അന്വേഷിച്ചില്ലല്ലോ. ആണുങ്ങൾ ഇത്രയേ ഉള്ളൂ, അവൾ പരിഭവപ്പെട്ടു. പലതവണ ഞാൻ ഫോണിൽ ട്രൈ ചെയ്തു, നോ റിപ്ലൈ. പപ്പി ഉൾവലിഞ്ഞെന്ന് കരുതിയ ഞാൻ വീട്ടിലേക്ക് വരാതിരുന്നത്. അയാൾ നടന്നു തുടങ്ങി. ഞാൻ എന്തിനു ഉൾവലിയണം? ഒരു അസൈൻമെൻറ്റിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ. ആ ദിവസങ്ങളിൽ ഫോൺ കൈകൊണ്ട് പോലും തൊട്ടില്ല. കഷ്ടം. എന്നെപ്പറ്റി എന്തൊക്കെയാ ഹേമേട്ടൻ ധരിച്ചത്? സങ്കടമുണ്ട് കേട്ടോ. അവൾ നന്നായി നടിച്ചു. ഞാൻ കരുതി പുതിയ 2 അവതാരങ്ങളെ ചൊല്ലി പപ്പിക്ക് എന്നോട് അകൽച്ചയാണെന്നാ. അയാൾ വെട്ടിത്തുറന്നു പറഞ്ഞു. ഓ മൈ ഗോഡ്, ഞാൻ അങ്ങനെ ഒരു പെണ്ണാണെന്നാണോ ഹേമേട്ടൻ ധരിച്ചത്? എനിക്കറിയില്ലേ അതൊരു ട്രാപ്പാണെന്ന്. അയാൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. പപ്പയെ ഓർത്ത് താൻ ധരിച്ചു വെച്ചതൊക്കെ തെറ്റായിപ്പോയല്ലോ. അതിന് പിന്നിൽ യോഗി തന്നെ. എന്നോടവൻ ചലഞ്ച് ചെയ്തതല്ലേ. വേണുമാമയും മീരയും തമ്മിലുള്ള ബന്ധം അവളോട് പറയാൻ പാടില്ലെന്ന് ഹേമചന്ദ്രൻ ഓർത്തു. ആ കുട്ടി ഇപ്പോഴും ഹേമേട്ടനെ ശല്യപ്പെടുത്തുന്നുണ്ടോ? ആ, എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. നമുക്കത് ഓവർകം ചെയ്യണം ഹേമേട്ട. എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. അവളെ ഈ കോളനിയിൽ നിന്ന് പറത്തിവിടണം. ഹേമചന്ദ്രന് ആശ്ചര്യമാണുണ്ടായത്. പപ്പിക്ക് ഇങ്ങനൊരു മനസ്സുണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല. ഒറ്റപ്പെട്ടു പോയ മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. ഇതിനിടയിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഞാൻ നേരിട്ടെന്നോ. മീരയെ പിന്തുടരാൻ ഒരാളെ നിയോഗിച്ചതും ഒടുവിൽ പോലീസ് പിടിക്കപ്പെട്ടതും അയാൾ പറഞ്ഞു. ഓ മൈ ഗോഡ്, അങ്ങനെയൊക്കെ സംഭവിച്ചോ? അവളുടെ ഔദാര്യം കൊണ്ടാ അതിൽ നിന്ന് ഞാൻ ഊരിപ്പോന്നത്. അതിനുവേണ്ടി അവൾ ചെയ്ത കളിയായിരുന്നു അത്. ആ കുഞ്ഞിനെ എന്നിൽ അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അവൾക്കുള്ളത്. നമ്മളിത് മറികടക്കും ഹേമേട്ട. ഹേമേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. ഹേമേട്ടനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ഭയപ്പെടാനാ? ഹേമചന്ദ്രന് അതൊരു 2ാം ജന്മമായി തോന്നി. അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ പപ്പിയെ കാണാൻ വരും. വരട്ടെ. എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് പറയോ? കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. പപ്പിയെ ഇഷ്ടപ്പെടില്ലെന്ന് ഭൂമിയിൽ ആരും പറയില്ല. താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ്. റോഡിൻ്റെ അവസാന ഭാഗത്തെത്തി അവർ തിരിഞ്ഞു വന്നു. വിവാഹം പെട്ടെന്ന് നടത്താനാകും അച്ഛൻ ആഗ്രഹം പ്രകടിപ്പിക്കുക. പത്മൻ സാറിൻ്റെ മനോഭാവം എന്തായിരിക്കും? അച്ഛൻ റെഡിയാ. പിന്നെ നമ്മുടെ വിവാഹം വളരെ പെട്ടെന്ന് നടക്കണം. മീരയെ ഉദ്ദേശിച്ചാണ് അവൾ പറയുന്നതെന്ന് ഹേമന് മനസ്സിലായി. ശ്രീപത്മത്തിന് മുന്നിലെത്തി കിതപ്പോടെ പത്മപ്രിയ അയാളെ നോക്കി ചിരിച്ചു. ഞാൻ എന്തു ഡ്രസ്സാ ധരിക്കേണ്ടത്? അമ്മയെ ഇംപ്രസ് ചെയ്യിക്കാനുള്ളതല്ലേ? സാരി ആയിക്കോട്ടെ. അമ്മയ്ക്ക് ആ വേഷത്തോടാ ഇഷ്ടക്കൂടുതൽ. ഓക്കെ, താങ്ക് യു. കൈവീശിയിട്ട് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി. ഒന്നും വിശ്വസിച്ചിട്ട് ഹേമചന്ദ്രൻ
ശുദ്ധവായു ആവോളം വലിച്ചെടുത്തു. പപ്പിയെ ഓർത്തുള്ള ആശങ്കകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഏതു പ്രതിബന്ധത്തെയും തരണം ചെയ്യാനുള്ള പിന്തുണ അവൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അയാൾ വീടിനടുത്തെത്തിയപ്പോൾ മുകൾ നിലയിലേക്ക് നോക്കി. അച്ഛൻ എഴുന്നേറ്റിട്ടില്ലെന്ന് മനസ്സിലായി. പപ്പ, അവ്യക്തമായ ശബ്ദം കേട്ട് ഹേമചന്ദ്രൻ എതിർവശത്തെ വില്ലയിലേക്ക് നോക്കി. മതിലിന് മുകളിൽ എടുത്തു വച്ചതുപോലെ അലേഖയുടെ ശിരസ് കാണാം. പപ്പ, അവൾ ഒച്ചയിട്ട് ചിരിച്ചു. ഹേമചന്ദ്രൻ നടുങ്ങിത്തെറിച്ച് നിന്നുപോയി. മീരയും കുട്ടിയും പോയിട്ടില്ല. അലേഖ്യ അയാളുടെ നേരെ കൈവീശി ചിരിച്ചു. പിന്നെ മതിലിൽ വലിഞ്ഞു കയറാൻ തുടങ്ങി. തീ പിടിച്ച ഉടലുമായി ഹേമചന്ദ്രൻ വീട്ടിലേക്ക് കയറിപ്പോയി. കിച്ചണിൽ അമ്മ നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. വേണുജിയുടെ മുറി തള്ളി തുറന്ന് അയാൾ അകത്ത് കയറി. നിലത്തിരുന്ന് യോഗ ചെയ്യുകയാണ് വേണുജി. അവൾ പറഞ്ഞ വാക്ക് തെറ്റിച്ചു. ആ വീട്ടിൽ അവളും കുട്ടിയുമുണ്ട്, വിറച്ചുകൊണ്ട് ഹേമചന്ദ്രൻ പറഞ്ഞു. അമ്പരപ്പോടെ വേണുജി എഴുന്നേറ്റു. പോകുമെന്നാണല്ലോ പറഞ്ഞത്. പോകാനല്ലല്ലോ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഹേമചന്ദ്രൻ വാതിലടച്ചു. വേണുജി അയാളെ ഒളികണ്ണിട്ട് നോക്കി. ഹേമൻ വെട്ടിത്തിരിഞ്ഞു. നീ അവരെ കണ്ടോ? വിശ്വാസം വരാത്ത മട്ടിൽ വേണുജി ചോദിച്ചു. ആ, മതിലിന് മുകളിൽ തലവച്ച് നിൽക്കുന്നു ആ കുട്ടി. എന്നെ പപ്പ എന്ന് വിളിച്ചു. ആ സമയം അച്ഛൻ മുകളിലെ സിറ്റൗട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വേണുജി പകച്ചു നിന്നു. ആ കുട്ടി മതിലിൽ അള്ളിപ്പിടിച്ച് കയറി കഴിഞ്ഞു. ബൊബ്ബാന്ന് പറഞ്ഞ് അതിപ്പോ ഇങ്ങോട്ട് കയറി വരും. പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് നിശ്ചയമില്ല. കോപത്താൽ ജ്വലിച്ച മുഖവുമായി ഹേമചന്ദ്രൻ വേണുജിയുടെ നേരെ ചെന്നു. വിളിച്ചൊന്ന് പറ അവളോട്. വേണുജിയിൽ ശക്തമായൊരു നടുക്കമുണ്ടായി. അടുത്ത നിമിഷം കോളിംഗ് ബെൽ ശബ്ദിച്ചു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ കഥ നിങ്ങൾക്കിഷ്ടമാകുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. മുരളി നല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.